കുരിശേകും തണലിൽ ഞാൻ അണഞ്ഞിടുന്നു, തിരുക്കുരിശെ പുൽകിടുന്നു. പഴയ നിയമത്തിൽ രസകരമായൊരു സംഭവമുണ്ട്. ദൈവത്തിനെതിരെ ഇസ്രായേൽ ജനം സംസാരിക്കും. അങ്ങനെ സംസാരിക്കുന്നവരെല്ലാവരും സർപ്പത്തിന് ദംശനമേറ്റ് മരിക്കും. ഇത് വലിയൊരു വേദനയായി തോന്നുമ്പോൾ അവരെല്ലാവരും മോശയോട് നിലവിളിച്ച് കരയും. മോശ ദൈവത്തോട് സംസാരിക്കും. ഒടുവിൽ ദൈവം ഒരു പരിഹാരം പറയും. പരിഹാരം ഇങ്ങനെയാണ്: ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്തിപ്പിടിക്കണം, അതിനെ നോക്കുന്നവരെല്ലാവരും ജീവിക്കും. അതൊരു മൊമെൻ്ററി സൊല്യൂഷനാണ്, പെർമനൻ്റ് അല്ല. അങ്ങനെ ഒരു പിച്ചള സർപ്പത്തെ നോക്കി ജീവിക്കേണ്ടവരല്ല ഇസ്രായേൽ ജനം. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനെ നോക്കി ജീവിക്കണം? അതിനുത്തരം കിട്ടിയത് പുതിയ നിയമത്തിലാണ്. മരുഭൂമിയിൽ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ പുതിയ നിയമത്തിൽ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടും. അവനെ നോക്കിയവരെല്ലാവരും രക്ഷ പ്രാപിക്കും. ഇന്ന് നിക്കോദെമോസിനോട് കർത്താവ് പറയുന്നത് ഇതാണ്: ജീവിക്കുക എന്ന് മാത്രമല്ല, നിത്യജീവൻ ലഭിക്കാൻ വേണ്ടി ഇനി ആ കുരിശിലേക്ക് നോക്കണം. ലത്തീൻ ആരാധനാക്രമത്തിൽ ഏറ്റവും മനോഹരമായ ഒരു കർമ്മമെന്ന് പറയുന്നത്, അൾത്താരെ പുരോഹിതൻ പ്രാരംഭത്തിൽ ധൂപിക്കും. അൾത്താരെ ചുറ്റി ധൂപിച്ചിട്ട് പിന്നീട് അൾത്താരയുടെ മുമ്പിൽ വന്ന് കുരിശിനെ നോക്കിയാണ് ധൂപിക്കുന്നത്. കാരണം കുരിശാണ് രക്ഷ നൽകിയത്. പിന്നീട് ആ കുരിശ് ഏറ്റവും ആദരവും ബഹുമാനമുള്ള ഒന്നായി മാറുന്നുണ്ട്. പ്രിയമുള്ളവർ, കുരിശാണ് ഈ ഭൂമിയിൽ രക്ഷ കൈവരുത്തിയത്. കുരിശിനെ നോക്കിയവരാണ് ഈ ഭൂമിയിൽ രക്ഷ നേടുന്നത്. അതുകൊണ്ട് ക്രിസ്തു പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ്. ഇനി മുതൽ മനുഷ്യർ നോക്കേണ്ടത് ഒരു പിച്ചള സർപ്പത്തെ അല്ല എന്നും അതിന് പകരം കാൽവരിയിലെ കുരിശിനെയാണെന്നും ഉള്ളൊരു ഓർമ്മപ്പെടുത്തൽ പുതിയ നിയമം നൽകുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ടത്, ജീവിതത്തിൻ്റെ വേദനകൾക്കും സങ്കടങ്ങൾക്കിടയിൽ നമ്മൾ എവിടെയാണ് നോക്കുന്നത്? നമ്മളുടെയൊക്കെ കണ്ണുകൾ എവിടെയാണ് ഉടക്കി നിൽക്കുന്നതെന്ന് ചിന്തിക്കുന്നതാണ് എൻ്റെ ഗോസ്പൽ. നമുക്കൊക്കെ സങ്കടം വരുമ്പോൾ നമ്മൾ കുറേ മനുഷ്യരെ നോക്കും, അവരെ നോക്കി കുറേ സങ്കടം പറയും. ജീവിതത്തിലെ പരാധീനതകളും സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറേ സാഹചര്യങ്ങളോടും മനുഷ്യരോടൊക്കെ ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ പറയും, കുറേ അന്ധവിശ്വാസങ്ങളിലൊക്കെ പ്രവേശിക്കും. പക്ഷേ കർത്താവ് പറയുന്നത്, നിങ്ങൾ എവിടെയും നോക്കണ്ട, നിങ്ങൾ നോക്കേണ്ടത് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുന്ന അതിലേക്കാണ്, അക്കുരിശിലേക്കാണ്. അവിടെ ജീവൻ മാത്രമല്ല, നിത്യജീവനും ലഭിക്കും. പ്രിയമുള്ളവർ, ഈ കാഴ്ചകളൊക്കെ ഇനി എവിടെയാണ്? കണ്ണുകളൊക്കെ എവിടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? മറ്റെവിടെയും നോക്കാതെ കുരിശിലേക്ക് മാത്രം നോക്കുന്ന കണ്ണുകൾക്ക് ഭാഗ്യമുള്ളവയാണ്. കാരണം അവയ്ക്കിനി നിത്യരക്ഷയുടെയും നിത്യജീവൻ്റെയും കഥകൾ പറയാനുണ്ടാകും. നമ്മളുടെയൊക്കെ ജീവിതത്തിന് ഇനി മാറ്റം സംഭവിക്കേണ്ടത് ഈ കണ്ണുകളുടെ കാഴ്ചകൾക്കാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. കുരിശേകും തണലിൽ ഞാൻ അണഞ്ഞിടുന്നു, തിരുക്കുരിശെ പുൽകിടുന്നു. കുരിശേകും തണലിൽ ഞാൻ അണഞ്ഞിടുന്നു, തിരുക്കുരിശെ പുൽകിടുന്നു. മുറിവേറ്റു പിടയും എന്നേനിയെ കുരിശോടു ചേർത്തിടുന്നു. മുറിവേറ്റു പിടയും എന്നേനിയെ കുരിശോടു ചേർത്തിടുന്നു. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു.
കുരിശോടു ചേർത്തു വെച്ച് എന്നെയും തറച്ചിടുന്നു. കുരിശേന്തി തളരും നിന്ദാസരെ ഞാനും തുണച്ചിടട്ടെ. കുരിശേന്തി തളരും നിന്ദാസരെ ഞാനും തുണച്ചിടട്ടെ. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. നാഥനില്ല കുരിശിനർത്ഥമില്ലല്ലോ, ജീവിതമോ ശൂന്യമല്ലോ. നാഥനില്ല കുരിശിനർത്ഥമില്ലല്ലോ, ജീവിതമോ ശൂന്യമല്ലോ. കുരിശാലെ നേടും ഉയിർപ്പിനായി ഞാൻ പ്രത്യാശയാർന്നിരിപ്പൂ. കുരിശാലെ നേടും ഉയിർപ്പിനായി ഞാൻ പ്രത്യാശയാർന്നിരിപ്പൂ. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു.